നമ്മളെല്ലാ മലയാളികളുടെ ഒരു ആഗ്രഹമായിരിക്കുമല്ലേ ആറന്മുള വള്ളസദ്യ ഒന്ന് കഴിക്കണമെന്ന്. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടോ. മോളുടെ വിദ്യാരംഭത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പനച്ചിക്കാട് പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ആറന്മുള കയറുകയാണ് ചെയ്തത്. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വള്ളസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഞങ്ങൾ പോയത് അത്തത്തിൻ്റെ അന്നാണ്. അപ്പോൾ അന്ന് 10 പള്ളിയോടങ്ങളുടെ വള്ളസദ്യയാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം അത്രയും തിരക്കായിരുന്നു അവിടെ. പിന്നെ അതുമല്ല, ഓരോ പള്ളിയോടങ്ങളുടെ പേര് എഴുതിയേക്കുന്ന ആ സദ്യ നടക്കുന്നിടത്തും പാസ് മൂലമാണ് പ്രവേശനമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പാസ് ഇല്ലാത്തത് കാരണം നമ്മൾ കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചു പോകാനായിരുന്നു പ്ലാൻ. അങ്ങനെ നിന്നപ്പോഴാണ് വള്ളങ്ങൾ വരുന്നത് കണ്ടത്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അത് പോയി കണ്ട സമയത്ത് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഇത് കണക്ക് നിങ്ങൾക്ക് ഈ ഭാരവാഹികളുടെ അടുത്ത് ചോദിച്ചാൽ പാസ് കിട്ടും, നിങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ പന്തിക്കൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ടു. അപ്പോൾ ആദ്യമായിട്ട് വരികയാണ് ആയതുകൊണ്ടും ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടും വളരെ കൗതുകമായിരുന്നു ഇതൊക്കെ കാണാൻ. ആ ഓരോ വഞ്ചിപ്പാട്ടൊക്കെ പാടി ഇവരെ വരവേറ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ കാണാനൊക്കെ തന്നെ വളരെ എന്താ പറയുക, നല്ല രസമായിരുന്നു. ഇവർ ക്ഷേത്രം വലം വെച്ചൊക്കെ വന്ന് ഫുഡ് കഴിക്കാതെ സദ്യ കഴിക്കാനായിട്ട് കയറി. നമ്മൾ ചെന്ന് നിന്ന സ്ഥലത്ത് ഉള്ള സദ്യാലയത്തിൽ ഫുൾ നിറഞ്ഞിരുന്നു. പാസ് ഉള്ളവരെ കയറ്റിയിട്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇനി കിട്ടില്ല, അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു ആൻറ്റി പറഞ്ഞു നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ സൈഡിലേക്ക് പോയത്. അവിടെ ചെന്ന് നിന്നപ്പോൾ അവർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഈ വള്ളക്കാർ വന്നിട്ട്, അതായത് പള്ളിയോടത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിച്ച് വാങ്ങിയുള്ള ഒരു സദ്യ ഉണ്ടല്ലോ, എന്താ പറയുക, അകത്തുനിന്ന് നമുക്ക് സൗണ്ട് കേൾക്കാമെങ്കിലും കാണാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവർക്ക് സദ്യ അധികം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് കയറി കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ കിട്ടിയൊരു സദ്യയാണ്. എല്ലാ വിഭവങ്ങളോടും കൂടിയിട്ടായിരുന്നു സദ്യ. ഗംഭീരമായ സദ്യയായിരുന്നു. എല്ലാ തൊടികറികളും എല്ലാം കൂട്ടി ഒരു അടിപൊളി സദ്യയായിരുന്നു കഴിച്ചത്. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ ഒരു സദ്യയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ആറന്മുളയിൽ നിന്ന് പോകുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.